ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫായിട്ടും ഇരിക്കുന്നില്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഏത്തപ്പഴം വെച്ചുള്ള ഒരു സ്വീറ്റാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് കമൻറ്റും ഷെയറും ചെയ്ത് ഇപ്പോൾ ഒരു ഹൈപ്പ് ഓപ്ഷൻ കൂടെ ഉണ്ട്, അതുകൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അതിനായി ഞാൻ 2 പഴുത്ത ഏത്തപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട്. 2 കട്ട ശർക്കര ലേശം വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ 2 ഏലക്ക ലേശം പഞ്ചസാരയിലിട്ട് ഒന്ന് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് തേങ്ങ. ഏത്തപ്പഴത്തിനെ നമുക്ക് ഇതേ സൈസിലൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടെല്ലാം ഒന്ന് നിരത്തി വെച്ച ശേഷം ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കതിനെ നന്നായിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. നല്ല പഴുത്ത പഴമാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. ഇത് നന്നായിട്ട് പഴുക്കാത്തത് കൊണ്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഞാൻ വേവിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്നില്ലേ ശർക്കര, അതുകൂടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. മധുരം നിങ്ങളുടെ ആവശ്യത്തിന് എടുത്തോണേ. അതിനുശേഷം ഒരു തിള വരുന്ന സമയത്ത് നമ്മൾ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുക. ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്ത ശേഷം 1 ടേബിൾ സ്പൂൺ നെയ്യൂടെ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാമേ. കൂടിപ്പോണ്ട, 1 ടേബിൾ സ്പൂൺ മതിയാകും. കൂടാതെ ഒരു 1/2 സ്പൂണ് ചുക്കുപൊടിയും കൂടെ നമുക്കതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാമേ. ഒരുപാട് ഇട്ട് ഇളക്കണ്ട. ഇതാ ശർക്കര പാനീയം എല്ലാം വെന്ത് പഴത്തിൽ നല്ല പിടിച്ച് വെന്ത് വരുന്നുണ്ട്. ആ സമയത്ത് തന്നെ നമുക്ക് തേങ്ങയും കൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ തേങ്ങ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പാൽ പിഴിഞ്ഞ് ഒഴിച്ച് കൊടുത്താലും മതിയാവും കേട്ടോ. തേങ്ങയും ശർക്കരയും പഴവും എല്ലാം കൂടെ ചേർന്ന് അടിപൊളിയായിട്ട് നമുക്ക് സൂപ്പറായിട്ടുള്ള പഴം നുറുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്, എളുപ്പമാണ്. ഇത് നമുക്ക് പായസത്തിൻ്റെ കൂടെയോ പപ്പടം കൂട്ടിയോ ഒക്കെ നമുക്ക് എങ്ങനെ വേണോ കഴിക്കാം. ഞാനിവിടെ പപ്പടം കൂട്ടിയൊന്ന് കഴിക്കുകയാണ്. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.